MBBS വിദേശത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ 5 ഗൈഡ് ലൈൻസ്. ഈ 5 ഗൈഡ് ലൈൻസ് അറിയാണ്ട് നിങ്ങൾ വിദേശത്ത് MBBS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും സമയവും എല്ലാം വെറുതാവും. ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ വെറും ഒരു പേപ്പർ കൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുന്ന പോലെ ആവും. അതുകൊണ്ട് ഈ 5 ഗൈഡ് ലൈൻസ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ MBBS പഠിക്കുന്നത് ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിലുണ്ടായിരിക്കണം. WHO ലിസ്റ്റിലുണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ wdoms.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് കൺട്രിയും യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ അതിൽ കാണിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4.5 ഇയേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് 54 മന്ത്സിലധികം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 1 ഇയർ അഡീഷണൽ ഇൻറ്റേൺഷിപ്പ് കൂടി വേണം. അപ്പോൾ 3 റൂൾസായി. നാലാമത്തെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണോ MBBS പഠിക്കുന്നത് അവിടുത്തെ കരിക്കുലം ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം. അഞ്ചാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ MBBS പഠിക്കുന്ന രാജ്യത്ത് നിങ്ങളുടെ ഡിഗ്രി രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസോ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഈ 5 റൂളുകളും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി അഡീഷണൽ ഒരു ബോണസ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് MBBS കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണം. അതായത് UK, USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ECFMGയുടെ അക്രഡിറ്റേഷനും അതുപോലെ തന്നെ WFMEയുടെ അക്രഡിറ്റേഷനും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്താൻ മറക്കരുത്.